إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായിക്കൊണ്ട് ഓർമ്മപ്പെടുത്തി വെക്കുകയാണ്. അതീവ ഗൗരവത്തോടെ തന്നെ വസിയത്ത് ചെയ്യുക. പരിശുദ്ധമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ഒരു മാസത്തിലെ ദിവസങ്ങൾ ഇതിനോടകം നമ്മളിൽ നിന്ന് കടന്നുപോയി കഴിഞ്ഞു. പ്രവാചകൻ ഏറെ പ്രാധാന്യത്തോടുകൂടി നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ദുനിയാവിലെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിലപ്പെട്ടതായിട്ടുള്ള ഏതാനും ദിവസങ്ങളിൽ എണ്ണി പറഞ്ഞു തന്ന ഏറ്റവും പവിത്രമേറിയ ദിനരാത്രങ്ങളായിരുന്നു ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലൂടെ നമ്മളിൽ നിന്ന് കടന്നുപോയത്. ആ ദിവസങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത ഒരുപാട് ആളുകളുണ്ടാവും. അതിനുവേണ്ടി കഠിനമായി പണിയെടുത്ത പ്രവർത്തിച്ച എല്ലാ മനുഷ്യന്മാർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ ഈ ദുനിയാവിലുള്ള ജീവിതം അത് എത്രത്തോളം തന്നെ യാഥാർത്ഥ്യമാണോ അത്രത്തോളം തന്നെ യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു യാഥാർത്ഥ്യമാണ് ഒരു ദിവസം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വസ്തുവിനും ഒരു പര്യവസാനം ഉണ്ട് എന്നത്, അതായത് മരണമുണ്ട് എന്നത്. ആ മരണം എത്ര യാഥാർത്ഥ്യമാണോ
അതുപോലെ യാഥാർത്ഥ്യമാണ് മരണശേഷം മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഓരോ വസ്തുവിനും കടന്നു വരാനിരിക്കുന്ന പരലോകവും വിചാരണയുമെന്ന്. മരണശേഷം നമ്മൾ ഒരുമിച്ച് കൂടേണ്ട അനിവാര്യമായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള ഒരിടം, അതാണ് പരലോകമെന്നത്. പച്ചയായ ജീവിതത്തിനിടയിൽ ജീവിതത്തിൻ്റെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ എന്തൊക്കെ പ്രവർത്തിച്ചോ, എന്തൊക്കെ കർമ്മങ്ങളാണോ നമ്മൾ നിർവഹിച്ചത്, അതൊക്കെ കൃത്യമായി പരിശോധിക്കുകയും അതിനർഹമായ പ്രതിഫലം നൽകപ്പെടുകയും യാതൊരു തരത്തിലുള്ള അനീതികളും കാണിക്കപ്പെടാത്ത, ഒരക്രമവും പ്രവർത്തിക്കപ്പെടാത്ത ഒരു ദിവസം മനുഷ്യന് കടന്നു വരാനുണ്ട് എന്ന്, അത് പരലോകത്തെ വിചാരണയുടെ ദിവസമാണ് എന്ന ബോധ്യത്തോടും കൂടി നമ്മൾ ജീവിക്കേണ്ടതുണ്ട്, വിശ്വാസികളായിക്കൊണ്ട് തുടരേണ്ടതുണ്ട്. ആ ബോധമില്ലാതെ അത്തരം ഒരു ദിവസത്തെപ്പറ്റി യാതൊരു ചിന്തകളുമില്ലാതെ മരണം വരെ ആസ്വദിച്ച് ജീവിക്കുവാൻ വേണ്ടി പണിയെടുക്കുന്ന, അതായത് ദുനിയാവിൽ മാത്രം ജീവിച്ച് തീർക്കുന്ന മനുഷ്യന്മാർ, ദുനിയാവിൽ ജീവിതം ഹോമിച്ച് തീർക്കുന്ന ഒരു വലിയ കൂട്ടം മനുഷ്യന്മാരുണ്ട്. ഖുർആൻ അവരെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അങ്ങനെ ഒരു വിഭാഗം മനുഷ്യന്മാർ, അവരെ ഖുർആൻ ആദ്യമായി കൊണ്ട് പരിചയപ്പെടുത്തുന്നത് തന്നെ അള്ളാഹുവിൻ്റെ ശത്രുക്കളെന്നാണ്. ആ ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ ശത്രുക്കളെ പരലോകത്തേക്ക് കൊണ്ടുവരുന്ന, അവരെ ആട്ടിത്തെളിച്ച് കൊണ്ടുവരുന്ന, അവർ അനുഭവിക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളെ പറ്റിയൊക്കെ ഖുർആൻ നമ്മൾക്ക് താക്കീത് നൽകുന്നുണ്ട്, നമ്മൾക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ അവരെ നേരെ നരകത്തിന്റെ മുമ്പിലേക്ക് ഒരുമിച്ച് കൂട്ടുന്ന ഒരു സന്ദർഭം കടന്നു വരുവാനുണ്ട്. അവരെ നേരെ ആട്ടിത്തെളിച്ച് കൊണ്ടുവന്ന് നിർത്തുക നരകത്തിന്റെ മുന്നിലേക്കാണ്. അവിടെ അവരെ എത്തിക്കുന്നത് കഠിനമായിട്ടുള്ള നിയന്ത്രണങ്ങളോട് കൂടിയാണ്. അതായത് അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു പഴുതുകളുമില്ലാത്ത രൂപത്തിൽ അവരെ സഹായിക്കുവാൻ വേണ്ടി അവർ മനസ്സിൽ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ അവർ മനസ്സിൽ കരുതിയിരുന്ന പലതും ഉണ്ടായിരുന്നു. അതൊന്നും അവർക്ക് കൂട്ടു നിൽക്കാനില്ലാത്ത, ഒരാളും സഹായിക്കുവാൻ കടന്നു വരാനില്ലാത്ത, അതിനൊരു സാഹചര്യവും ഇല്ലാത്ത രൂപത്തിൽ പഴുതടച്ച രൂപത്തിലുള്ള നിയന്ത്രണങ്ങളോടുകൂടി കന്നുകാലികളെ കൊണ്ടുവരുന്നത് പോലെ ആട്ടിത്തെളിച്ച് നരകത്തിന്റെ മുന്നിലേക്ക് ആ ഒരു ദിവസം ഈ ഒരു വിഭാഗം ആളുകളെ കൊണ്ടുവന്ന് നിർത്തുമെന്നാണ് ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. കഠിനമായ നിയന്ത്രണങ്ങളോടുകൂടി പരലോക വിശ്വാസമില്ലാത്ത ആളുകളെ ആ ഒരു ദിവസം അവരെ ആട്ടിത്തെളിച്ച് കൊണ്ടുവന്ന് നിർത്തും. അന്ന് വരെ ദുനിയാവിൽ അവൻ കാണിച്ചു കൊണ്ടിരുന്നത്, ഒരു മനുഷ്യൻ ആ ദുനിയാവിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതൊക്കെയും പുറത്തു കൊണ്ടുവരും. അവൻ്റെ ജീവിതത്തിൽ അവൻ ദുനിയാവിലെ ജീവിതം സുഗമമാക്കുവാൻ വേണ്ടി, അത് ഏറ്റവും കൂടുതൽ ഉഷാറുള്ളതാക്കുവാൻ വേണ്ടി, ഏറ്റവും നല്ലതാക്കുവാൻ വേണ്ടിയിട്ട് അവൻ ദുനിയാവിൽ കാണിച്ചു വെച്ചിട്ടുള്ള, പ്രവർത്തിച്ചു വെച്ചിട്ടുള്ള എന്തൊക്കെ കുറ്റങ്ങളുണ്ടോ, എന്തൊക്കെ തിന്മകളുണ്ടോ, എന്തൊക്കെ പാപങ്ങളുണ്ടോ, എന്തൊക്കെ കൊള്ളരുതാത്തതായിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ, അതെല്ലാം അവൻ അഹങ്കരിച്ചുകൊണ്ട് ജീവിച്ച സന്ദർഭങ്ങൾ, അവൻ മറ്റുള്ളതിനേക്കാൾ ഏറ്റവും മികച്ചതാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ജീവിതത്തിന്റെ പല മേഖലകളിലും പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അഹങ്കാരിയായിക്കൊണ്ട് അഹംഭാവത്തോടുകൂടി പ്രവർത്തിച്ചു വെച്ച ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. എല്ലാവരെക്കാളും മികച്ചതാണ് എന്ന് അറിയിക്കുവാൻ വേണ്ടി കഠിനമായി കൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ദുനിയാവിലെ എല്ലാം ദുനിയാവിന് വേണ്ടി മാത്രം ചിലവഴിച്ച മനുഷ്യൻ, ആ ഒരു മനുഷ്യനെ നാളെ പരലോകത്ത് വിചാരണയുടെ ദിവസം അവനെ ആട്ടിത്തെളിച്ച് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അള്ളാഹു എല്ലാവരുടെയും മുന്നിൽ വെച്ച്, എല്ലാ മനുഷ്യ സമൂഹത്തിന്റെയും മുന്നിൽ വെച്ച് ആ മനുഷ്യനെ ഏറ്റവും മോശപ്പെട്ടവനാക്കി മാറ്റും.
ഏറ്റവും മോശപ്പെട്ട അധമനാക്കി മാറ്റുമെന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്ങനെ എന്ന് ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഹത്താ ഇദാ മാ ജാഉഹാ ശഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. വ്യക്തമായി കൊണ്ട് ഖുർആൻ പഠിപ്പിച്ചു വെക്കുന്നുണ്ട്. പരലോകത്ത് വിചാരണയുടെ ദിവസം അവിടേക്ക് തെളിച്ചു കൊണ്ടുവരുന്ന ഈ ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ, അതായത് യാതൊരു പരലോക ചിന്തകളും ഇല്ലാത്ത മനുഷ്യന്മാർ, ആ ഒരു വിഭാഗം ആളുകളെ അവിടേക്ക് തെളിച്ചു കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവർ ജീവിതത്തിൽ രഹസ്യവും പരസ്യവുമായിട്ട് എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ ആ പ്രവർത്തനങ്ങൾക്കൊക്കെയും അവരുടെ ശരീരത്തിലെ അവയവങ്ങൾ അതാത് പ്രവർത്തനങ്ങൾക്കെതിരെ സാക്ഷി പറയും. അവന്റെ കൈകൾ പ്രവർത്തിച്ചത്, അവന്റെ കണ്ണുകൾ പ്രവർത്തിച്ചത്, അവന്റെ ചെവികൾ കേട്ടത്, അവന്റെ ഹൃദയം കൊണ്ട് അവൻ ചിന്തിച്ചത്, അവന്റെ തൊലികൾ, അവന്റെ ശരീരത്തിലെ എന്തൊക്കെ അവയവങ്ങളുണ്ടോ അതൊക്കെ എന്തൊക്കെ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ടോ അതെല്ലാം അതാത് അവയവങ്ങൾ ആ മനുഷ്യനെതിരിൽ സാക്ഷി പറയുന്ന ഒരു സന്ദർഭം മനുഷ്യന് കടന്നു വരാനുണ്ട്, ഒരു ദിവസം കടന്നു വരാനുണ്ട് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തി വെക്കുകയാണ്. ആരും കാണാനില്ല എന്ന് കരുതി കൂട്ടി ജീവിതത്തിന്റെ രഹസ്യമായ സന്ദർഭങ്ങളിൽ ചെയ്തു വെച്ചത്, മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനെന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം പരസ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ നന്മകളിൽ ഏർപ്പെടുക, ആളുകളുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ മാത്രം പള്ളികളിൽ ജമാഅത്തിൽ പങ്കെടുക്കുക, നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ഒറ്റപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ മോശപ്പെട്ട കൂട്ടുകെട്ടുകൾക്കിടയിൽ മാത്രം നിൽക്കുമ്പോൾ അവർ ഏത് രൂപത്തിലാണോ അവരുടെ തനി സ്വരൂപം എന്താണോ ആ രൂപത്തിൽ അഴിഞ്ഞാടി ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാരെ പറ്റിയാണ് ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. അവൻ ജീവിതത്തിന്റെ രഹസ്യമായിട്ടുള്ളതായിക്കോട്ടെ പരസ്യമായിട്ടുള്ള സമയങ്ങളിലായിക്കോട്ടെ, ജീവിതത്തിന്റെ ഏതൊക്കെ സാഹചര്യത്തിൽ എവിടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ മോശപ്പെട്ടത് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ കർമ്മങ്ങൾ അവന്റെ ജീവിതത്തിൽ കാണിച്ചു വെച്ചിട്ടുണ്ടോ അതെല്ലാം ഒരാണ് പോലും തെറ്റിക്കാതെ അത് അവന്റെ മുമ്പിലേക്ക്, മാലോകരുടെ മുന്നിലേക്ക്, അവന്റെ മുമ്പിൽ വെച്ച്, മനുഷ്യരുടെ മുൻപിൽ വെച്ച് അവന് നൽകപ്പെടുമെന്നാണ്, പരസ്യമാക്കപ്പെടുമെന്നാണ്. അന്ന് അവൻ ഒരുപാട് പറയും, എനിക്ക് ദുനിയാവിൽ ഒരുപാടുണ്ട്, ദുനിയാവില് എനിക്ക് പറയുവാൻ ഒരുപാടുണ്ട്, എനിക്കൊരുപാട് വലിയ ബന്ധങ്ങളുണ്ട്, എനിക്ക് കുടുംബ മഹിമയുണ്ട്, എനിക്കൊരുപാട് സാമ്പത്തിക ശേഷിയുണ്ട്, വലിയ 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 ബന്ധങ്ങളുണ്ട്. ഒരർത്ഥവും ഇല്ലാതാവുന്ന ഒരു ദിവസം എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാലും സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾ പോലും മനുഷ്യന് കൂട്ടും നിൽക്കാത്ത ഒന്നിനും ഉപകരിക്കപ്പെടാത്ത മനുഷ്യന്റെ ശരീരം പോലും മനുഷ്യനെതിരിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം മനുഷ്യന് കടന്നു വരാനുണ്ട് എന്ന് ഖുർആൻ അടിവരയിട്ടുകൊണ്ട് താക്കീത് ചെയ്യുക. ഒരാളും സഹായിക്കാനില്ല കേട്ടോ, ഒരാളും നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി കടന്നു വരില്ല. എന്തിനേറെ സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾ പോലും നിനക്കെതിരിൽ തിരിയുന്ന ഒരു സന്ദർഭം കടന്നു വരാൻ ഉണ്ട് എന്ന് ഖുർആൻ താക്കീത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവനായിക്കൊണ്ട്, സർവ്വതും നഷ്ടപ്പെട്ടവനായിക്കൊണ്ട്, നാണം കെട്ടവനായിക്കൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യ ശരീരത്തോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഖുർആൻ രേഖപ്പെടുത്തി വെച്ചു. മനുഷ്യൻ സ്വന്തം ശരീരത്തിലെ അവയവങ്ങളോട്, സ്വന്തം പ്രവർത്തനങ്ങൾക്കെതിരിൽ സാക്ഷി പറഞ്ഞ അവയവങ്ങളോട് മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈന, എന്തിനു വേണ്ടിയാണ് നമുക്കെതിരിൽ തന്നെ സാക്ഷി പറഞ്ഞത്? ഈ പ്രവർത്തനങ്ങളൊക്കെയും നമ്മൾ ചെയ്തു വെച്ചത് നമ്മൾ ഒരുമിച്ചായിരുന്നില്ലേ? നമ്മളുടെ ആസ്വാദനത്തിനും നമ്മളുടെ സന്തോഷത്തിനും നമ്മൾ ആഗ്രഹിച്ചത് മാത്രമാണല്ലോ നമ്മളുടെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടതും നമ്മൾ കേട്ടതും നമ്മൾ പോയതും നമ്മൾ പ്രവർത്തിച്ചതും ചിന്തിച്ചതുമൊക്കെ നമ്മളുടെ സ്വന്തമായിട്ടുള്ള തീരുമാനത്തിലായിരുന്നല്ലോ. എന്നിട്ടും എന്തേ നമുക്കെതിൽ തന്നെ ഇന്ന് നീ സാക്ഷി പറഞ്ഞത്? സ്വന്തം ശരീരത്തോട്, അവയവങ്ങളോടും മനുഷ്യൻ നഷ്ടം ബാധിച്ച മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ്. ഇങ്ങനെ സർവ്വതും നഷ്ടപ്പെട്ടവനായിക്കൊണ്ട് ദുനിയാവില് ഫെയിം ഉണ്ടാക്കി വെക്കാൻ, മുഖച്ഛായ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി മാത്രം പണിയെടുത്ത് ജീവിച്ച ഒരു മനുഷ്യന്റെ അവസ്ഥയൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ദുനിയാവിന് വേണ്ടി മാത്രം പണിയെടുത്ത മനുഷ്യൻ അവിടെ മരണത്തോടുകൂടി ദുനിയാവും അവസാനിച്ചു. പരലോകത്തെ എത്തിയപ്പോഴാകട്ടെ പരലോകവും നഷ്ടപ്പെട്ടു പോയി. ഏറ്റവും നഷ്ടക്കാരിൽപ്പെട്ടവനാണ് അവനെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്.
ഏറ്റവും നഷ്ടക്കാരിൽ രണ്ടും നഷ്ടപ്പെട്ടവൻ. ദുനിയാവും നഷ്ടപ്പെട്ടു, പരലോകവും നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു മനുഷ്യനെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ. ദുനിയാവിലുണ്ടാക്കി വെച്ചത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ, ദുനിയാവിലെ പരലോകത്തേക്ക് വേണ്ടി ഒന്നും പ്രവർത്തിച്ചു വെക്കാൻ കഴിയാതെ പോയൊരു മനുഷ്യൻ്റെ അവസ്ഥ. ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യൻ്റെ അവയവങ്ങൾ തിരിച്ചു പറയുന്നൊരു മറുപടിയുണ്ട്. ഖാലൂ അൻദകന അല്ലാഹുല്ലദീ അൻദക കുല്ല ശൈഇൻ വഹുവ ഖലഖകും അവ്വല മറ വഇലൈഹി തുർജഊൻ. ഖുർആൻ ഓർമ്മപ്പെടുത്തി വെക്കുകയാണ്, മനുഷ്യനോട് പറയുകയാണ്, മനുഷ്യ ശരീരങ്ങൾ പറയുകയാണ്, എല്ലാ സംസാരിക്കുന്ന വസ്തുവിനെയും സംസാരിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇന്നേ ദിവസം നിനക്കെതിരിൽ ഞങ്ങളെ കൊണ്ട് സാക്ഷി പറയിപ്പിച്ചത്, നിനക്കെതിരിൽ ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചത്. അങ്ങനെ ഒരു റബ്ബിങ്കലേക്ക് നിങ്ങൾ ആദ്യമായി കൊണ്ട് നിന്നെ സൃഷ്ടിച്ച ആ റബ്ബിങ്കലേക്ക് തന്നെ പല ആവർത്തി നിങ്ങളെ ഓർമ്മപ്പെടുത്തി, പല സാഹചര്യങ്ങളിൽ പല മിമ്പറുകളിലായിക്കൊണ്ട് മനുഷ്യ പല പല സാഹചര്യങ്ങളിൽ നിന്നെ ഓർമ്മപ്പെടുത്തിയതാണ്. വഹുവ ഖലഖകും അവ്വല മറ വഇലൈഹി തുർജഊൻ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആദ്യമായി കൊണ്ട് സൃഷ്ടിച്ച റബ്ബിങ്കലേക്ക് തന്നെ നീ മടങ്ങി പോകേണ്ടി വരുമെന്ന് പല ആവർത്തി മനുഷ്യനെ ഓർമ്മപ്പെടുത്തി. മനുഷ്യനെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ്, താക്കീത് ചെയ്തതാണ്. കടന്നു വന്ന എല്ലാ ദാഇമാരും, കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും അവരവരുടെ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയിട്ട് പോയതാണ്. ഈ മിമ്പറുകളിൽ നിന്ന് പല ആവർത്തി ഓർമ്മപ്പെടുത്തിയതാണ്. എന്നിട്ടും മനുഷ്യ, നീ ആ ഒരു ദിവസത്തെ പറ്റി, അങ്ങനെ ഒരു സാഹചര്യത്തെ പറ്റി നീ ചിന്തിച്ചില്ലല്ലോ. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യം പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഒരാളുടെയും സഹായമില്ലാതെ എല്ലാവിധ സെറ്റപ്പുകളോടും കൂടി ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യൻ മരിച്ചു പോയതിനു ശേഷം വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കുകയും അവൻ്റെ വായകൾക്ക് അന്ന് മുദ്ര വെക്കുകയും അവൻ്റെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ കൊണ്ട് അവൻ ചെയ്ത പ്രവർത്തനങ്ങൾക്കെതിരിൽ അവനെ കൊണ്ട് സാക്ഷി പറയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ, ചെയ്യുവാൻ അള്ളാഹുവിന് സാധിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, എത്രത്തോളം ഗൗരവകരമാണ് പരലോകത്തെ വിഷയമെന്നത്, നമ്മളുടെ പരലോക ജീവിതം എന്നത്. ഒരാളും സഹായിക്കാനില്ലാത്ത, ഒരാളും നമ്മളെ സഹായിക്കുവാൻ വേണ്ടി കടന്നു വരാനില്ലാത്ത, ഒറ്റയ്ക്കൊറ്റയ്ക്ക് മാത്രം നേരിടേണ്ടി വരുന്ന, ചെയ്ത പ്രവർത്തനങ്ങൾക്കൊക്കെയും കൃത്യമായി മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം മനുഷ്യന് കടന്നു വരാനുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതീവ ഗൗരവത്തോടെ തന്നെ വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ സൂചിപ്പിച്ചു വന്നത് മനുഷ്യൻ്റെ മരണശേഷം ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ലോകത്തേക്ക് മടങ്ങിപ്പോകുവാനുണ്ട് എന്നും ആ ദിവസത്തിൽ നമ്മൾ ചെയ്തു വച്ച എല്ലാ കർമ്മങ്ങളും കൃത്യമായി വിചാരണ ചെയ്യപ്പെടുമെന്നും ആ ദിവസത്തെ കളവാക്കിയ മനുഷ്യന്മാർ നേരിടേണ്ടി വരുന്ന പ്രശ്നത്തെപ്പറ്റിയും അവർ കടന്നു പോകുന്ന സാഹചര്യത്തെ പറ്റിയുമാണ് സൂചിപ്പിച്ചു വന്നത്. ഈ പറഞ്ഞ കാര്യത്തെ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് വെറും നിസ്സാരമായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കുന്ന രണ്ട് ചെറിയ വചനങ്ങളിലൂടെയാണ്. ഈ പറഞ്ഞ മുഴുവൻ കാര്യത്തെയും പഠിപ്പിക്കുന്നത് വെറും രണ്ട് വചനങ്ങളിലൂടെ, നമ്മൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ള രണ്ട് വചനങ്ങൾ. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ
വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ഒരണുമണി തൂക്കം, അതായത് ഏറ്റവും നിസാരമായിട്ടുള്ള ഒരാറ്റം, മനുഷ്യൻ്റെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് ദർശിക്കുവാൻ കഴിയാത്ത, നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മാത്രം മനുഷ്യന് കാണുവാൻ സാധിക്കുന്ന, ദർശിക്കുവാൻ സാധിക്കുന്ന ഒരു ആറ്റത്തിൻ്റെ അത്രയും നിസാരമായിട്ടുള്ള പ്രവർത്തനം, അത് നന്മയായിക്കോട്ടെ തിന്മയായിക്കോട്ടെ, ജീവിതത്തിൻ്റെ പരസ്യവും രഹസ്യവുമായിട്ടുള്ള മേഖലകളിൽ എവിടെ പ്രവർത്തിച്ചിരുന്നാലും ശരി, അത് വിചാരണയുടെ ദിവസം എൻ്റെ മുൻപിൽ ഹാജരാക്കപ്പെടുമെന്നും ആ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ തന്നെ സാക്ഷി നിൽക്കപ്പെടുമെന്നും, ഒരു വിചാരണയുടെ വേള അങ്ങനെയാണ് എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾക്ക് ജീവിക്കേണ്ടതുണ്ട്, ജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട്. പരലോകത്ത് പഴുതടച്ച രൂപത്തിലുള്ള വിചാരണയാണ് നമ്മൾ നേരിടേണ്ടി വരിക. ആരും സഹായിക്കാനില്ലാത്ത, ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത, അന്ന് നമ്മൾ ദുനിയാവിൽ വലിയ സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ അഹങ്കാരത്തോടുകൂടി പറഞ്ഞു വച്ചിരുന്ന പലതുമുണ്ടാകും. അന്നൊരാളും അതൊന്നും നമുക്ക് ഉപകരിക്കപ്പെടാത്ത നമ്മളുടെ സമ്പാദ്യം, നമ്മളുടെ കുടുംബം, നമ്മളുടെ മക്കൾ, അങ്ങനെ ദുനിയാവിൽ നമ്മൾ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചോ അതൊന്നും ഉപകരിക്കപ്പെടാത്തൊരു ദിവസം മനുഷ്യന് കടന്നു വരാനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി വെക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യം മനുഷ്യന് കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഞാൻ എന്ത് പ്രവർത്തിച്ചാലും അത് നാളെ വിചാരണയുടെ കോടതിയിൽ എൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും എന്ന് പറയുമ്പോൾ അത് തീർച്ചയാണ്. എൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിച്ചത് മുഴുവൻ ഹാജരാക്കും. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള മേഖലകളിൽ എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ ആ പ്രവർത്തനങ്ങൾ മുഴുവനും നാളെ വിചാരണയുടെ വേളയിൽ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ, എൻ്റെ കൈകളിലേക്ക് എൻ്റെ ഗ്രന്ഥം നൽകുമ്പോൾ എനിക്ക് സന്തോഷം നൽകുന്ന, എനിക്ക് സമാധാനം നൽകുന്ന, എനിക്ക് ആത്മാഭിമാനം നൽകുന്ന, എനിക്ക് തലയുയർത്തി നിൽക്കുവാൻ സാധിക്കുന്ന, എനിക്ക് നേട്ടങ്ങൾ മാത്രം ഉണ്ടാക്കി തരുന്ന പ്രവർത്തനങ്ങളാണ് എൻ്റെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള ഏതൊക്കെ മേഖലകളുണ്ടോ അതിലെല്ലാം ഞാൻ കാഴ്ചവെച്ചിട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങളെന്ന് 100% നമ്മൾക്ക് പറയുവാൻ സാധിക്കണം. എനിക്ക് ഉപകാരം ചെയ്യുന്നത് മാത്രമാണ്, നന്മകൾ മാത്രമാണ് ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള മേഖലകളിൽ ഞാൻ കാഴ്ചവെക്കുന്നത് എന്ന് 100% നമ്മൾക്ക് ഉറപ്പിക്കാൻ സാധിക്കണം. അല്ലാതെ നമ്മൾക്ക് വിജയം സാധ്യമല്ല, നമ്മൾക്ക് വിജയിക്കുവാൻ സാധിക്കില്ല. നമ്മളുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിലൂടെ കടന്നു പോകും, ഒരുപാട് പ്രയാസം അനുഭവിക്കേണ്ട സമയങ്ങൾ മനുഷ്യന്മാർക്ക് വന്നെത്തിയിരിക്കും. ഒരുപക്ഷെ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വരും. അത് ചിലപ്പോൾ ജോലിയുടെ മേഖലകളാകാം, സാമ്പത്തിക ഇടപാടുകളാകാം, പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാകാം. ഏതൊക്കെ സാഹചര്യങ്ങൾ മനുഷ്യന്മാർക്ക് ഇങ്ങനെ പ്രയാസമുണ്ടാക്കുന്നത് കടന്നു വരുമ്പോഴും മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന ചിന്തകളുണ്ട്, ദുഷിച്ച ചിന്തകൾ. ആ സന്ദർഭങ്ങളിൽ മനുഷ്യന്റെ മനസ്സുകൾ പതറിപ്പോകാതെ പിടിച്ചു നിർത്തുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ അവിടെയാണ് നമ്മൾക്ക് വിജയം. ആ പതറിപ്പോകുന്നിടത്താണ് മനുഷ്യന്മാർ പരാജയപ്പെട്ടു പോകുന്നത്. അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് അവസാനം ഈ ഒരു വിഭാഗത്തിലേക്ക് ഉൾപ്പെടുക എന്ന് പറയുന്നത്. നമ്മൾക്ക് പ്രയാസമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ, നമ്മൾക്കൊരു പ്രവർത്തനം കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾക്ക് കൃത്യമായി നിർവഹിക്കപ്പെടാൻ കഴിയാതെ വരുമ്പോൾ, അത് നല്ലതായിക്കോട്ടെ, അത് ഉപകാരമുള്ളതായിക്കോട്ടെ, അത് ദുനിയാവിൻ്റെ കാര്യമായിക്കോട്ടെ, പരലോകത്തിൻ്റെ കാര്യമായിക്കോട്ടെ, ഏതായിരുന്നാലും ശരി,
ഒരു കാര്യത്തെ നമ്മൾക്ക് കൃത്യമായി നിർവഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അവിടെ ദൈവത്തെയും മതത്തെയും മതനിയമങ്ങളെയും കളിയാക്കുന്ന, അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുന്ന, അതിനെ കരിവാരിത്തേൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. അതായത് പ്രയാസം അനുഭവിക്കുമ്പോൾ മതത്തെ കുറ്റം പറയുന്ന, ദൈവത്തെ കുറ്റം പറയുന്ന വലിയൊരു ജനസമൂഹം നമ്മൾക്കിടയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാം പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടി ചെയ്യുവാൻ കഴിയുന്ന, എന്ത് പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെട്ടാലും ഒരാളും നമ്മളെ ചോദ്യം ചെയ്യാൻ വരാത്ത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് പ്രവർത്തനവും നമ്മൾക്ക് നിർവഹിക്കാം, നമ്മൾക്ക് എന്തും ചെയ്യാം. എന്നാൽ മുസ്ലിമായി പോയി എന്നതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന വലിയൊരു ജനസമൂഹത്തെ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ ദിവസവും വായിച്ചു കൊണ്ടിരിക്കുന്ന പത്രങ്ങളിൽ, നമ്മൾ വാർത്തകളിൽ കാണാറുണ്ടല്ലോ. ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന, മുസ്ലിം ആയതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന വലിയൊരു ജനസമൂഹത്തെ. അവർ ആ പ്രയാസത്തിനിടയിലും റബ്ബിനോട് കാണിക്കുന്ന നന്ദിയുണ്ട്, റബ്ബിനോട് പറയുന്ന അൽഹംദുലില്ലാ എന്ന വാചകമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും എല്ലാ സർവാധികാരത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും സ്വാതന്ത്ര്യത്തോടു കൂടിയും നമ്മൾ ജീവിച്ചിട്ട് നമ്മൾക്ക് അള്ളാഹുവിനോട് എത്ര പ്രാവശ്യം പറയുവാൻ സാധിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ എന്ന്? മനസ്സറിഞ്ഞ് പറയുവാൻ സാധിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ എന്ന്. നമ്മൾ ഇവിടെ സന്തോഷത്തോടു കൂടി ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് സമാധാനമെന്നറിയാത്ത, സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയാത്ത, ഭയം മാത്രം ഉള്ളിൽ നിറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനസമൂഹം, അള്ളാഹു അവർ അനുഭവിച്ച പ്രയാസങ്ങൾക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾക്ക് നൽകിയതുപോലെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമാധാനം അള്ളാഹു അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മങ്ങൾ നിർവഹിക്കേണ്ട ദിവസങ്ങളാണ് നമ്മളിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ ഹാജിമാരുണ്ട്. അത് കഴിഞ്ഞ് മടങ്ങി എത്തുവാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നവർ, അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളിൽ നിന്ന് ഇവിടെ നിന്ന് യാത്ര പോയവരുണ്ടാകും. നമ്മൾക്ക് നേരിട്ടറിയാവുന്ന, നമ്മൾ വായിച്ചറിഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ ഒരുപാട് ഹാജിമാർ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിന് വേണ്ടി നിർവഹിക്കുവാൻ വേണ്ടി പോയിട്ടുണ്ട്. അവിടെ പോയി അത് കൃത്യമായി നിർവഹിക്കുവാൻ സാധിച്ച എല്ലാ മനുഷ്യന്മാർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവർത്തനങ്ങളിൽ പാതി വഴിയിൽ വെച്ച് കാലാവസ്ഥയുടെ പ്രയാസം കാരണം ഒരുപാട് ആളുകൾ പ്രയാസം അനുഭവിച്ചുകൊണ്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവരുണ്ട്. പലർക്കും ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്. പലരും പ്രയാസം അനുഭവിച്ചുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവേ, അവരൊക്കെ ചെയ്തതിന് നീ അർഹമായ പ്രതിഫലവും പൂർണ്ണമായ ഹജ്ജിൻ്റെ കർമ്മത്തിൻ്റെ പ്രതിഫലവും നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കും ആ ഹജ്ജ് കർമ്മത്തിൽ ഏർപ്പെടുവാനും അത് നിർവഹിക്കുവാനുമുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ പ്രയാസങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും അല്ലാഹുവേ, ആ സാഹചര്യങ്ങളിലെവിടെയും അടിപതറാതെ ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെയും അവരെയും ഞങ്ങളുടെ സമൂഹത്തെ മുഴുവൻ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ അയൽവാസി സഹോദര സുഹൃത്തുക്കൾ, അല്ലാഹുവേ, അവരുടെയൊക്കെ കബറിടങ്ങൾ വിശാലമാക്കി നാളെ ഞങ്ങളെയും അവരെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും കടബാധിതകളിൽ നിന്നുമൊക്കെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും നീ കാത്തുരക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ജീവിതത്തിൻ്റെ അവസാനം വരെയും ഈമാനോടുകൂടി നിലനിൽക്കുവാനും കർമ്മങ്ങളിൽ ഒരു വീഴ്ചയും വരാതെ കർമ്മങ്ങൾ നിർവഹിക്കുവാനുമുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർ വാലിദൈനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർ വാലിദൈനാ മിനൻ നാർ, اللهم أجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين
وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين والحمد لله رب العالمين.